പുതിയ ലാപ്ടോപ്പ് മേടിക്കുമ്പം ഇതുപോലെ ഫോൾഡേഴ്സ് കാണാൻ സാധ്യതയില്ല. ഞാൻ വാങ്ങിയപ്പോൾ ഈ സി ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ SSD എത്രയാണോ അത് ഇതിൽ കാണിക്കും. ഈ ഡി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഫോൾഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് ഇത് ഈ സ്റ്റാർട്ടിൽ പ്രസ് ചെയ്ത് ഇവിടെ ഡിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വിൻഡോസ് C കാണാൻ പറ്റും. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം C ആണ് നമ്മൾ ഷ്രിങ്ക് ചെയ്യേണ്ടത്. അത് പ്രസ് ചെയ്തതിന് ശേഷം ഷ്രിങ്ക് വോളം ഉണ്ട്, അത് പ്രസ് ചെയ്യുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതാണിപ്പം C ഡ്രൈവിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. ഇതിൽ നിന്ന് എത്ര സ്റ്റോറേജ് ആണ് പുതിയൊരു ഫോൾഡറേക്ക് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഈ ഗ്രീൻ ബ്ലൂ അത് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം എത്ര GB ആണ് വേണ്ടത് അവിടെ പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ 100 GB ആണ് വേണ്ടതെങ്കിൽ 150 ഈ C ഡ്രൈവിൽ നിന്നായിരിക്കും ഡിവൈഡ് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ 100 GB ഇത് 500 SSD ആണ്, 500 GB. സോ C ഡ്രൈവിൽ നിന്ന് ഓൾറെഡി D ഞാൻ ഡിവൈഡ് ചെയ്തു. ഇനി ഒരു ഫോൾഡർ കൂടെ ക്രിയേറ്റ് ചെയ്യണം, ഏകദേശം 100 GB. അപ്പം 1 അതിനുശേഷം 50 കൊടുത്തു. അതിനുശേഷം അതങ്ങ് ഷ്രിങ്ക് ചെയ്യുക. അപ്പം നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പം കൂടുന്നതനുസരിച്ച് C ഡ്രൈവ് കുറഞ്ഞിരിക്കും. ഇപ്പോൾ അൺലൊക്കേറ്റഡ് എന്ന് കാണാൻ പറ്റും. അത് പ്രസ് ചെയ്ത് ന്യൂ സിമ്പിൾ വോളം കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് കൊടുക്കുക. 99,999 GB ആയിരിക്കും, MB ആയിരിക്കും അത് കിടക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഈ ഫോൾഡർ ആണെങ്കിൽ ഈ ഫോൾഡർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഫയൽ മാനേജർ എടുക്കാം. ദിസ് PC 3 ഡ്രൈവ് ആയിട്ടുണ്ട്. D നേരത്തെ ഉണ്ടായിരുന്നു, ഈ ഇപ്പോൾ കൺവേർട്ട് ആയിട്ടുണ്ട് 27 GB. അങ്ങനെ നമുക്ക് ഡിവൈഡ് എത്ര ഫോൾഡർ ഓൺ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.